അധികം ആരും തയ്യാറാക്കാത്ത ഒരു അച്ചാറാണ് ഞാൻ റെഡിയാക്കാൻ പോകുന്നത്. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെയാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇഞ്ചി, പച്ചമുളക്, വേപ്പില, കുറച്ച് വെളുത്തുള്ളി. ഇനി എന്ത് അച്ചാറാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ 2 ഗ്രീൻ ആപ്പിൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ അച്ചാർ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില, ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. തീ ലോ ഫ്ലെയിമിലായിരിക്കണം. അപ്പം നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടോ അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടോ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടി ഒരിക്കലും കരിഞ്ഞു പോകരുത്. ചെറിയ തീയിൽ ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂണോളം കായപ്പൊടി. ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കാം. ഇത് നമുക്ക് വീണ്ടും അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ആപ്പിൾ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഇളക്കി ഇത് യോജിപ്പിച്ചെടുക്കാം. ഇത് ഒരുപാട് കിടന്ന് വേകണ്ട. ആ വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കണം. ഇല്ലെങ്കിൽ ഇത് ഒരുപാട് വെന്ത് പോകും. ഒരുപാട് വേകേണ്ട ആവശ്യമില്ല. ആപ്പിൾ എടുക്കുമ്പോൾ നല്ല പുളിയുള്ള ആപ്പിൾ നോക്കി എടുക്കുക. നല്ല പച്ച ആപ്പിളായിരിക്കണം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ലാസ്റ്റ് ഇത്തിരി വിനാഗർ കൂടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വിനാഗർ ഒഴിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ആപ്പിൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക, ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.